മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ പരീക്ഷാകാലമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ തേടി നടക്കുകയായിരിക്കും. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചോദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസും ലൈവ് ക്ലാസ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഏത് സമയത്താണ് ലൈവ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്ന് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എൻ്റെ പേര് ശ്രുതി എന്നാണ്. എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, സാധാരണ പറയാറുള്ളത് പോലെ പരീക്ഷയെ നമുക്ക് വളരെ ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് നേരിടണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കാം. തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന് പറയുന്ന അവസാനത്തെ ഒരു പാഠമുണ്ട് നമുക്ക് മലയാള സെക്കൻഡിൽ. അപ്പോൾ ആനന്ദാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കഥാകൃത്ത് ആനന്ദാണ്. ഗോവർദ്ധനൻ എന്ന് പറയുന്ന അല്ലേ നമ്മുടെ കഥാനായകൻ ഒരു ഗ്രാമത്തിലെത്തുകയാണ്. അവിടെയുള്ള ആർക്കും എന്തില്ല, തള്ളവിരലില്ല എന്നുള്ളൊരു വസ്തുത കാണുകയാണ് അല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ജീവിക്കുന്ന കുറച്ച് ആളുകൾ ഒരു ഗ്രാമത്തിലെ എല്ലാവരും. അപ്പോൾ അവരെന്ത് ചെയ്തതാണ്, തങ്ങളുടെ തള്ളവിരൽ മുറിച്ച് ഗംഗാനദിക്ക് കൊടുത്തതാണ്. കാരണം എന്താണ്, അവര് ആ വിരലൊക്കെ ഉപയോഗിച്ച്, വിരൽ കൊണ്ടാണ് എന്ത്, നെയ്ത്താണ് അവരുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ നെയ്ത്ത് ചെയ്യാൻ തള്ളവിരലില്ലെങ്കിൽ കഴിയില്ലല്ലോ. അങ്ങനെ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ലേ, ബ്രിട്ടീഷ് കമ്പനിക്ക് അവർ നൽകേണ്ടതായിട്ടുള്ളത്. അപ്പം തള്ളവിരലില്ല എങ്കിൽ ഇതൊന്നും ചെയ്യേണ്ടല്ലോ എന്നുള്ള ധാരണയിലാണ് അവരെന്ത് ചെയ്തത്, തങ്ങളുടെ വിരൽ അല്ലേ, തള്ളവിരൽ മുറിച്ച് ഗംഗാനദിക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആചാരമാക്കിയത്. അപ്പോൾ അവിടെ ആർക്കും തള്ളവിരലില്ല, ജനിച്ചു വീഴുന്ന കുട്ടികളുടെ വിരലുകളൊക്കെ മുറിച്ച് ആർക്ക് കൊടുക്കുകയാണ്, ഗംഗാനദിക്ക്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ആരുടെ അക്രമങ്ങൾ നിന്നില്ല, നമ്മുടെ ബ്രിട്ടീഷ് കമ്പനിയുടെ അതിക്രമങ്ങൾ അവിടെ നിന്നില്ല. പിന്നെ അവർ ജീവിക്കുന്നത് കൃഷിയും മറ്റ് കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ കൃഷിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, അവർ പറയുന്ന ബ്രിട്ടീഷ് കമ്പനി പറയുന്ന വിലയ്ക്ക് അവർ വിൽക്കേണ്ടി വരികയാണ്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്ന പൈസയ്ക്ക് ഇവരും വാങ്ങേണ്ടി വരികയാണ് അല്ലേ? സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാകുകയാണ്. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യമില്ലായ്മയുടെ കഥ തന്നെയാണ് എന്ത്, തള്ളവിരലില്ലാത്ത ഗ്രാമം. ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന് പറയുന്ന ആനന്ദൻ എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു കൃതിയിലെ കുറച്ചു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, പി സച്ചിദാനന്ദനാണ്. ആനന്ദ് എന്ന പേരിലാണ് എഴുതുന്നത്. ചോദ്യം ഇതാണ്, അഭിപ്രായക്കുറിപ്പ് അല്ലേ? പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ കാണാറുള്ള ആ ഒരു ചോദ്യമാണ് അഭിപ്രായക്കുറിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ അഭിപ്രായം അങ്ങ് രേഖപ്പെടുത്തുക, അതാണ് കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്, ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകുന്ന സ്ത്രീ മനുഷ്യ നന്മയുടെ ഉത്തമ മാതൃകയാണ്. ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. അവിടെ ഗോവർദ്ധനൻ എവിടെ എത്തിപ്പെടുന്നത്, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയും കുട്ടികളും താമസിക്കുന്ന ഒരു വീട്ടിലാണ്. അവളുടെ ഭർത്താവ് മരിച്ചിട്ട്, ആ സ്ത്രീയുടെ ഭർത്താവ് തലേ ദിവസമാണ് അല്ലേ, മരിച്ചിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. ആ ഒരു ദുഃഖത്തിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗോവർദ്ധനൻ അവിടേക്ക് എത്തുന്നത്. എന്നിട്ടും ആ ഒരു ദുഃഖത്തിലും അഗതിയായിട്ട് അല്ലെ അഭയം തേടി വന്ന ആ ഒരു വ്യക്തിയെ അല്ലേ, ആ ഒരു മനുഷ്യനെ എന്ത് ചെയ്യാണ്, ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ അഭയം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് ഉത്തമയായ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഉത്തമ മാതൃകയാണ് സ്ത്രീ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വന്നാലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. ചോദ്യം മാറ്റിയും മറിച്ചും വന്നാലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കുറച്ച് എഴുതിയാൽ മതി. കുറിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് വാരി വലിച്ചെഴുതി നിങ്ങളുടെ സമയം കളയണ്ട കേട്ടോ. അപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകിയ സ്ത്രീ മനുഷ്യ നന്മയുടെ ഉത്തമ മാതൃകയാണ്. അത് തന്നെയാണ് ക്വസ്റ്റ്യനിലും പറയുന്നത്. അതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു മാതൃകയാണ്, യോജിക്കുന്നു എന്നുള്ള തരത്തിൽ. ഗോവർദ്ധനന് അഭയം നൽകി എന്നത് ഇതിന് ഉദാഹരണമാണ് അല്ലേ? ആദ്യം ഭയന്നുവെങ്കിലും ആരോ ഒരാൾ വീട്ടിലേക്ക് വരികയല്ലേ, അപ്പോൾ ഭയന്നു ആദ്യം. അവൾ അയാൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും നൽകുകയാണ്. പിന്നെയോ ഭർത്താവ് നഷ്ടപ്പെട്ട സങ്കടത്തിലും അഭയാർത്ഥിയായി വന്ന ഗോവർദ്ധനെ അവർ സംരക്ഷിക്കുന്നു. കൊടിയ ദുരിതങ്ങൾക്കിടയിലും നന്മയുടെ കണിക അവളുടെ ഉള്ളിൽ കെടാതെ എരിയുന്നുണ്ട്. കൊടിയ ദുരിതമാണ് അല്ലേ ഭർത്താവില്ലായ്മ എന്ന് പറയുന്നത്. തൻ്റെ ഭർത്താവിനെ അവരെ നിഷ്കരുണം കൊലപ്പെടുത്തി പീഡിപ്പിച്ച് അല്ലേ
ഒരു എന്താണ് മുക്കാലിയിൽ കെട്ടിയിട്ട് അടിച്ച് മരിച്ചതാണ് തൻ്റെ ഭർത്താവ്. അതൊക്കെ അറിയാം. ആ ഒരു സമയത്തും ഒരു മനുഷ്യ നന്മ, ഒരു സ്നേഹത്തിൻ്റെ ഇത്തിരി ഒരു നനവ് ആ സ്ത്രീയിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് ആ സ്ത്രീ എന്ത് ചെയ്തത്, ഈ ഒരു വ്യക്തിക്ക് അല്ലേ, തൻ്റെ വീട്ടിൽ അഭയാർത്ഥിയായി വന്ന ആ വ്യക്തിക്ക് അഭയം നൽകിയതും ഭക്ഷണമൊക്കെ കൊടുത്തതും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും പറയാം, അവളുടെ ഉള്ളിൽ കെടാതെ എരിയുന്ന നന്മയുടെ കണികയുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പ്രവൃത്തി അവർക്ക് ചെയ്യാൻ പറ്റിയത് അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം. ഇനി വേറെ എന്തിനെ കുറിച്ച് വന്നാലും അഭിപ്രായക്കുറിപ്പ് എന്ത് ചെയ്താൽ മതി, ഇത്രമാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം ഇത്ര മാത്രമാണുള്ളൂ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഇനിയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചാനലിൽ എത്തുന്നതായിരിക്കും. കുഞ്ഞുങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ചാനലൊക്കെ ഫോളോ ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളും വീഡിയോ കോണ്ടന്റും അതുപോലെ കുഞ്ഞു ഷോർട്ട് വീഡിയോസൊക്കെ ഇടും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും ചാനൽ സ്ഥിരമായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ അഭിപ്രായക്കുറിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമാണെന്ന് ഓർക്കുക. ഒരു A ഗ്രേഡ് ആരും മിസ്സാക്കണ്ട കേട്ടോ. ടാറ്റാ.